അപ്പോ ഇന്ന് നോക്കാനായിട്ട് 28ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോ 28ാമത്തെ ചാപ്റ്റർ എന്താന്ന് ചോദിച്ചാല് ഇന്ത്യ ഇറ്റ്സ് നൈബറിംഗ് കൺട്രീസ്. അപ്പോ ഇന്ത്യയുടെ തൊട്ടും കിടക്കുന്ന നൈബറിംഗ് കൺട്രീസുമായിട്ട് ഇന്ത്യയുടെ ബന്ധം എന്താണ്, അതാണ് നമ്മുടെ 28ാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഇതൊക്കെയാണ് വരുന്നത്. ശ്രീലങ്ക വരുന്നുണ്ട്, ചൈന വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ ശ്രീലങ്ക എന്ന് പറയുന്നത് ഇന്ത്യയുടെ താഴെ ഒരു മഴത്തുള്ളി പോലെയാണ് കാണപ്പെടുന്നത്. ഇപ്പൊ കോണ്ടിനന്റ് ഡ്രിഫ്റ്റ് തിയറി പ്രകാരമാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ നിന്നും ശ്രീലങ്ക അടർന്നു മാറിയതൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ ഇന്ത്യക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് ഇന്ത്യയുടെ പ്രധാനമായിട്ടുള്ള നൈബറിംഗ് കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഓരോ നൈബറിംഗ് കൺട്രീസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം എന്താന്ന് നോക്കുക. അപ്പൊ നമുക്കറിയാം നമ്മുടെ ചൈന റിപ്പബ്ലിക് ആയത് 1949 നമ്മുടെ ചൈന റിപ്പബ്ലിക് ആയത്. അപ്പൊ ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് 1947 അപ്പം ചൈന റിപ്പബ്ലിക് ആയ സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ചൈനയിലെ പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്.
സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ചൈനയുടെ പ്രധാനമന്ത്രിയും കൂടെ ചേർന്നിട്ട് ഒരു ഒന്നിൽ ഡോക്യുമെന്റിൽ ഒപ്പുവെക്കണം. പദ്ധതി പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലും മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും നമ്മൾ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നിങ്ങളുടെ രാജ്യത്തിന്റെ ഇന്റേണൽ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ വരത്തില്ല, ഞങ്ങളുടെ രാജ്യത്തിന്റെ ഇന്റേണൽ കാര്യത്തിൽ നിങ്ങളും ഇടപെടാൻ വരരുത് എന്നതാണ് ഈ ഒരു പഞ്ചശീല തത്വത്തിന്റെ അകത്ത് വരുന്നത്. 5 തരത്തിലുള്ള എഗ്രിമെന്റ് ആണ് മെയിൻ ആയിട്ട് ഈ പഞ്ചശീല തത്വത്തിന്റെ അകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്താ ഈ പഞ്ചശീല തത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഓക്കെ ഓക്കെ ഇപ്പൊ അങ്ങനെയാണ് മെയിൻ ആയിട്ട് എന്താണ് ഈ പഞ്ചശീല തത്വത്തിന്റെ അകത്ത് വരുന്നത്. അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ വരില്ല, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വരില്ല. അപ്പൊ ഈ ഒരു എഗ്രിമെന്റ് മെയിൻ ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒപ്പിട്ട കഴിഞ്ഞാൽ ഇനി ഇത് വന്ന ഇന്ത്യയുടെ ഒന്നുമില്ല. കാരണം ഒരു ന്യൂ ബോൺ ബേബിയെ പോലെയാണ് നമ്മുടെ ഇന്ത്യ ഉള്ളത്. ഇനി യുദ്ധത്തിൽ ഏർപ്പെടാൻ വയ്യ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അങ്ങനെ ഇങ്ങനെ എന്താണ് ഈ ഒരു അടുത്തടുത്ത രാജ്യങ്ങളുമായിട്ട് ഒരു എഗ്രിമെന്റിൽ അവർ ഒപ്പിട്ടത്. അത് മെയിൻ ആയിട്ട് നമ്മുടെ ചൈനയും ഇന്ത്യയും തമ്മിൽ അങ്ങനെ ഒപ്പിട്ട് അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ചൈനയുടെ ഒരു ലൈക്ക് എനിമി രാജ്യമുണ്ട്, അതായത് ശത്രു രാജ്യം ഉണ്ടായിരുന്നു ടിബറ്റ്. ഈ ടിബറ്റും ചൈനയും തമ്മിൽ ഒരു വാർ നടക്കുന്ന സമയത്ത് ഇന്ത്യ എന്ത് ചെയ്തു? ടിബറ്റിനെ സപ്പോർട്ട് ചെയ്തു. അല്ലെങ്കിൽ ഇന്ത്യ അവർക്ക് വേണ്ടിയിട്ട് ടിബറ്റിലുള്ള ആളുകൾ വന്നിട്ട് നമ്മുടെ ഇന്ത്യക്കാരോട് പറഞ്ഞു ഞങ്ങൾക്ക് എന്താണ് താമസിക്കാനായിട്ട് ഒരു അഭയം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യക്കാർ അത് ചെയ്തു കൊടുത്തു. കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച ഒരു കാര്യം നമ്മൾ വിജയമായിട്ട് യുദ്ധത്തിന് പോകത്തില്ല, ആര് ഞങ്ങളോട് സഹായിച്ചാൽ കൊടുക്കും എന്നുള്ള രീതിയിലാണ് ഇന്ത്യ മുമ്പോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ടിബറ്റിന് അഭയം കൊടുത്തു. ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, നമ്മുടെ ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഇവർ തമ്മിലൊരു ഡിസ്പ്യൂട്ട്. ബൗണ്ടറി ലൈൻ ആയിട്ടുള്ള മൻമോഹൻ ലൈൻ അതിനെ ചൊല്ലിയിട്ടാണ് ഞങ്ങൾ ഈ വഴക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വൽ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടിബറ്റിനെ സഹായിച്ചതാണ്. ഈ മൻമോഹൻ ലൈൻ അത് 1 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന ആ സ്ഥലം, ആ ബൗണ്ടറി ലൈൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മൻമോഹൻ ലൈൻ ഒന്ന് ഓർത്തു വെക്കുക. ഇതാണ് പ്രധാനമായിട്ടും എന്താണ് ഇവർ തമ്മിലൊരു ഡിസ്പ്യൂട്ടിന് കാരണം എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചൈനയായിട്ടുള്ള ആ ഒരു ബന്ധം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുന്നത് പാകിസ്ഥാനാണ്. അപ്പൊ നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴും ഒരു യുദ്ധം ആ ഒരു അന്തരീക്ഷത്തിൽ പോകാനായിട്ടുള്ള മെയിൻ കാശ്മീർ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ കാശ്മീരിന്റെ ഒരു നല്ല ഭാഗം ഇന്ത്യക്കാരങ്ങ് എടുക്കുകയാണ്. ഓക്കെ, സ്വാതന്ത്ര്യാനന്തരം കാശ്മീരിന്റെ ഒരു നല്ല ഭാഗം നമ്മുടെ ഇന്ത്യക്കാർ എടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ നല്ല ഭാഗം ഇന്ത്യക്കാർ എടുക്കുന്ന സമയത്ത് കുറച്ച് മോശമായിട്ടുള്ള സംഭവമാണ്. അതായത് ഫലപുഷ്ടി ഇല്ലാത്ത മണ്ണും ഏരിയൊക്കെയാണ് ആർക്ക് കൊടുത്തത്? നമ്മുടെ പാകിസ്ഥാനികൾക്ക് കൊടുത്തത്. അതൊരു ചെറിയൊരു പ്രശ്നമായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കാശ്മീർ ഒരു ഉയർന്ന പ്രദേശമാണ്. മനസ്സിലായോ? ഇതൊരു ഉയർന്ന പ്രദേശമാണ്. അപ്പൊ ഈ ഉയർന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ പ്രശ്നം എന്താന്ന് വെച്ചാലും യുദ്ധമൊക്കെ ചെയ്യുന്ന സമയത്ത് കാശ്മീർ ഉള്ള ആളുകൾക്ക് കുറച്ചുകൂടെ യുദ്ധം ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഈ ഉയർന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ ഈ പട്ടാളക്കാർക്കൊക്കെ ടെന്റ് അടിച്ച് താമസിക്കാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. മാത്രമല്ല കാശ്മീരാണ് ഏറ്റവും കൂടുതൽ വരുമാനം നമ്മുടെ ഇന്ത്യക്ക് നേടിക്കൊടുക്കുന്നത്. ഇതൊക്കെ ചൊല്ലിയിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാശ്മീർ നടക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള റിലേഷൻ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ശ്രീലങ്ക 25.332 കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു ദ്വീപ് രാജ്യമാണ് നമ്മുടെ ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ബന്ധമായിരുന്നു ഇന്ത്യയും ശ്രീലങ്കയും. സിംഹളർ എന്നാണ് വിളിക്കുന്നത്. ഭാഷ അതായത് കൊണ്ടാണ് നമ്മൾ സിംഹളർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ തമിഴ്നാട്ടിലെ കേരളമല്ല നമ്മുടെ ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ എന്ത് ചെയ്തു? നേരെ ശ്രീലങ്കയിലേക്ക് പോവാണ്. എന്തിനാണ് അവർ പോയത്? ഈ ഒരു ജോലി അന്വേഷിച്ച് പോയി. അവിടെ നല്ല ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ട് അവർ എന്ത് ചെയ്യുക? അവിടെ സെറ്റിൽ ആവുകയാണ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ള നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവരെന്ത് ചെയ്തു? ഒരു സംഘടന രൂപീകരിച്ചു. അതായത് നമ്മൾ LTT എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ്.
എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവന്മാരവിടെ വലിയ രാജാക്കന്മാരാവാൻ തുടങ്ങി. അവിടെയുള്ള സിംഹളരെ എന്താണ് ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? അപ്പം ഇവര് അവിടെ ഒന്നാതെ കുടിയേറി പാർത്തവരാണ്. എന്നിട്ട് അവരവിടെ പോയിട്ട് ഒരു സംഘടനയും തുടങ്ങി. അവിടെയുള്ള ആളുകളെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവിടെയുള്ള സിംഹളർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവരും എന്ത് ചെയ്യാൻ തുടങ്ങി? ഒന്ന് പ്രതികരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവിടുത്തെ പ്രധാനമന്ത്രി, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള രാജീവ് ഗാന്ധിനെ കോൺടാക്ട് ചെയ്ത് ഇവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ആദ്യം രാജീവ് ഗാന്ധി നല്ല രീതിയിൽ പറഞ്ഞു. അപ്പം എന്താണ് ഇവര് നമ്മുടെ LTT സംഘടനയിലുള്ള ആളുകൾ ലാസ്റ്റ് അദ്ദേഹം ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? വളരെ സമാധാനമായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. പക്ഷേ അതിന്റെ പ്രതികാരം എന്നോണം 1991 തമിഴ്നാട്ടിലെ ശ്രീപുരത്ത് ഒരു എന്താ ബോംബ് എറിഞ്ഞ് എല്ലാവരെയും അല്ല, നമ്മുടെ രാജീവ് ഗാന്ധിനെ കൊന്നു കളയാണ് ചെയ്തത്. ഓക്കെ. ശ്രീലങ്കയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അത്രയാണ് ആ ഒരു ചാപ്റ്ററിനകത്ത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇങ്ങനെയായിരിക്കും. ഇന്ത്യയും ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ്. അപ്പൊ ഒന്നാമത് ചോദിക്കാം, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബൗണ്ടറി ലൈൻ ഏതാണ്? മൻമോഹൻ ലൈൻ, അത് പഠിച്ചു വെച്ചേക്കാം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് പഠിച്ചു വെച്ചേക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് പഠിക്കുക. ശ്രീലങ്കയും തമ്മിലുള്ളത്. ഓക്കെ. ഈ 4 കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഇത് മാത്രം പോരാ, ഗൈഡും കൂടി ഒന്ന് വായിച്ചു നോക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. സ്കിപ്പ് ചെയ്യരുത്. കാരണം ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാം. അടുത്ത നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് ഇവിടെ പോവാം. ചാപ്റ്റർ 30, യുണൈറ്റഡ് നേഷൻ, ഐക്യരാഷ്ട്ര സംഘടന. അപ്പൊ ഈ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് പ്രഥമമായിട്ട് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടല്ലോ, ആ ഒരു രണ്ടാം ലോകം അല്ല, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടു കൂടെയാണ് ഈ ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ അത് വലിയ പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാം ലോകത്തിന് ശേഷമാണ് കുറച്ചും കൂടി പ്രവർത്തനമൊക്കെ ഇവര് പ്രവർത്തിച്ചു തുടങ്ങിയത്. മൊത്തത്തിൽ ഇത് എന്താണ് 1945 രൂപീകരിച്ചു. 51 രാഷ്ട്രങ്ങൾ ചേർന്നാണ് എന്ത് രൂപീകരിച്ചത്? നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചത്. രാജ്യങ്ങൾക്ക് വീറ്റോ അവകാശമുണ്ട്. 5 രാജ്യങ്ങളാണ് സ്ഥിര അംഗങ്ങൾ എന്ന് പറയുന്നത്. ബ്രിട്ടൻ, USA, റഷ്യ, ചൈന, ഫ്രാൻസ്. ഈ 5 പേരുമാണ് എന്തെന്ന് പറയുന്നത്? സ്ഥിര അംഗങ്ങൾ. ഇവർക്ക് വീറ്റോ അവകാശമുണ്ട്. അതായത് മീറ്റിംഗിൽ എന്തെങ്കിലുമൊക്കെ ഒരു നിയമം പാസ്സാക്കുന്ന സാഹചര്യത്തിൽ ഈ 5 രാജ്യക്കാരോടും ചോദിക്കും. ഇതിൽ ഒരാൾ പറയാണ് എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു എന്താണ് ആ ഒരു മിഷൻ അവരവിടെ അവസാനിക്കും. മനസ്സിലായോ? അതിനെയാണ് വീറ്റോ അധികാരം എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് വീറ്റോ അധികാരം. നമ്മുടെ ഈ ഒരു ഐക്യ സ്ഥിരം അംഗമാകാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു രാജ്യമായിട്ട് വഴക്കുണ്ടാക്കാനോ യുദ്ധം ഉണ്ടാക്കാനോ ഒന്നും പോവാതെ വളരെ സമാധാനത്തോടു കൂടി പോകുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി പല പല രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ നമ്മുടെ എന്താ നമ്മുടെ ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിര അംഗം ആവാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ കുറച്ച് പരിശ്രമങ്ങളാണ്. ഓക്കെ. ഇവിടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സുരക്ഷിതത്വവും സമാധാനവും ഉറപ്പുവരുത്തുക, മനുഷ്യങ്ങളെ സംരക്ഷിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ടുമുള്ള യുഎന്നിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറയുന്നത് പോലെ തന്നെയാണ് യുഎന്നിന്റെ ഇതൊക്കെ തന്നെയാണ് എന്താണ് രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം, സുരക്ഷിതത്വവും, അവകാശത്തെ സംരക്ഷിക്കുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനേക്ക് എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. ഇത്രയാണ് നമ്മുടെ യുഎന്നിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ. യുഎന്നിന്റെ അകത്തുള്ള കുറച്ച് ഓർഗൻസ് ഉണ്ട്. ഓർഗൻസ് വെച്ച് കുറച്ച് സഭകളുണ്ട്. ഒന്ന് ജനറൽ അസംബ്ലി സഭ, 2 സെക്യൂരിറ്റി കൗൺസിൽ, 3 ട്രസ്റ്റ്ഷിപ്പ് കൗൺസിൽ. എന്റെ പല്ലില് ഇതിട്ടോണ്ടാണ് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. പിന്നെ വരുന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അങ്ങനെ മൊത്തത്തിൽ എന്താണ് 4 തരത്തിലുള്ള ഓർഗൻസ് ആണ് ഉള്ളത്. 4 തരത്തിലുള്ള ഓർഗൻസിനെ പറ്റിയിട്ടൊന്നും ചോദിക്കത്തില്ല. നിങ്ങൾക്ക് ഈ ചിലപ്പോ ഇങ്ങനെ ചോദിക്കാം, ഏതൊക്കെ ഓർഗൻസ് ഉണ്ടെന്ന് ചോദിക്കാം. ഒന്ന് വായിച്ചു വെച്ചേക്കാം. പിന്നെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് ഡേ എന്നാന്ന് ചോദിച്ചാൽ 1948 ഡിസംബറിലാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് പഠിക്കണം? ഒന്ന്, 1945 എന്താ UN ഫോം ചെയ്തു. UN-യുമായി ബന്ധപ്പെട്ട എന്ത് ചോദിച്ചാലും ഇത്രയും അങ്ങോട്ട് എഴുതി വെക്കുക. എന്തൊക്കെ എഴുതി വെക്കും നിങ്ങൾ? 1945 UN ഫോം ചെയ്തത്.
രാജ്യങ്ങൾ ചെയ്ത രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണം. മനുഷ്യന്റെ അവകാശത്തെ സംരക്ഷിക്കണം. നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് പ്രകൃതിയെ സംരക്ഷിക്കണം. അതിൽ 5 സ്ഥിരാംഗങ്ങളാണ് ഉള്ളത്. റഷ്യ, ചൈന, ഫ്രാൻസ്. മാത്രമല്ല നമ്മുടെ ഇന്ത്യ അതിൽ സ്ഥിരാംഗം ആവാനായിട്ടുള്ള നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ UN-മായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് പഠിക്കുക. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് അടുത്ത ചാപ്റ്റർ. അതുകൊണ്ടാണ് ആ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുള്ളത് തന്നെയാണ് ഞാൻ അതിനകത്തേക്ക് ആഡ് ആക്കിയിട്ടില്ല. എക്സ്ട്രാ മാത്രമേ ഞാൻ ആഡ് ആക്കിയിട്ടുള്ളൂ. അപ്പം ഇതിന്റെ ഓക്കെ, കാരണം ഈ ചാപ്റ്ററിൽ പറയുന്ന പല കാര്യങ്ങളും തന്നെയാണ് ആ ചാപ്റ്ററിലും പറയുന്നത്. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾ മാത്രമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഓപ്ഷണൽ മൊഡ്യൂൾ ആണ്. നന്നായിട്ട് പഠിക്കുക. കാരണം ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ജയിക്കാനുള്ള നിലനിർത്തുക. അതാണ് നമ്മുടെ ഐക്യ ഓക്കെ. ഇനി പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് മീഡിയേഷൻ പ്രവർത്തനം. എന്താണ് മീഡിയേഷൻ പ്രവർത്തനം? അതായത് സമാധാനം, അതായത് 2 രാജ്യങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സമയത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യയും പാക്കും തമ്മിൽ യുദ്ധം ഉണ്ടാവാൻ പോവാണ്. അപ്പൊ എന്താണ്, UN നടുക്ക് നിന്നിട്ട് പറയും വേണ്ട, ഇപ്പം യുദ്ധമൊന്നും വേണ്ട, നമുക്ക് പറഞ്ഞ് പരിഹരിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ആരുടെ ഒരു ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഐക്യരാഷ്ട്ര സഭയുടെ ഒരു ഉത്തരവാദിത്തമാണ്. രണ്ടാമത് ബൈൻഡിങ് സാക്ഷൻ, അതായത് 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു കാര്യമില്ലാതെ അടി ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ, അതായത് ഒരു കാര്യമില്ലാതെ അടുത്ത രാജ്യത്തിന് ഇപ്പം ബ്രിട്ടൻ ചൈനയെ പോയിട്ട് ചൊറിയാൻ പോകുന്ന വിധത്തിൽ എന്ത് ചെയ്യും? ഈ സമാധാനം തകർക്കുന്ന രാജ്യത്തെ ഒറ്റപ്പെടുത്തിയിട്ട് ബാക്കി എല്ലാ രാജ്യങ്ങളും കൂടെ ഒരുമിച്ചിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് എന്താണ്, ചൈനയെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തി എല്ലാവരും കൂടി. കാരണം എന്താണ്, അത് ബൈൻഡിങ് സാക്ഷന്റെ ഭാഗമാണ്. കാരണം ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റ് വരുന്നത് നിർത്തി. കാരണം അത്രയ്ക്കും വിനാശകരമായിട്ടുള്ള ഒരു എന്താണ് വൈറസാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ഒരു വൈറസ് ആണ്. നമ്മുടെ എക്കോണമിക് സിസ്റ്റം ഒക്കെ തകർന്ന ഒരു വൈറസ് ആണത്. അപ്പം അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഇതിനെയാണ് നമ്മൾ ബൈൻഡിങ് സാങ്ഷൻ എന്ന് പറയുന്നത്. ഇനി മിലിറ്ററി പ്രവർത്തനം, അതായത് ഈ മിലിറ്ററി പ്രവർത്തനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന. അതായത് ഒരു രാജ്യത്ത് എത്രത്തോളം മിലിറ്ററി പരമായിട്ടുള്ള ആളുകളുണ്ട്, എത്രത്തോളം സാധനങ്ങളൊന്നും എല്ലാ കണക്കൊക്കെ ആരുടെ കയ്യിലുണ്ട്? ഐക്യരാഷ്ട്ര സഭയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതിൽ ഉൾപ്പെടുത്താതെ ഒന്നും ഉണ്ടാക്കാനായിട്ട് പാടില്ല. ലോക സമാധാനം നിലനിർത്തുക, അത് നമുക്കറിയാം. പിന്നെ നിരായുധീകരണ പ്രവർത്തനം, അതായത് ഇപ്പം കോവിഡ് പോലുള്ള ഒരു വൈറസ് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇദ്ദേഹം പറയും അത് നിർത്താൻ പറയും. ഇവരൊരു വാക്ക് പറഞ്ഞാൽ അത് ആ രാജ്യം കേട്ടിരിക്കണം. അവർ കേൾക്കാത്ത എന്ത് ചെയ്യും? ഈ 51 രാജ്യത്തിൽ ഇതിനെയും കൂടെ പിടിച്ചങ്ങ് പുറത്താക്കും. എന്റെ ഒരു നിഗമന പ്രകാരം നമ്മുടെ നോർത്ത് കൊറിയ ഈ 51 രാഷ്ട്രത്തിനകത്ത് ഇല്ല എന്നാണ് ഞാൻ ഒന്ന് വിചാരിച്ചു വെച്ചേക്കുന്നത്. എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഐക്യരാഷ്ട്ര സഭ എന്താണ്? 30ാമത്തെ ചാപ്റ്റർ ഐക്യരാഷ്ട്ര സഭ എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ പ്രവർത്തനം ഇത്രയും കാലം പഠിച്ചു വെച്ചേക്ക. ഒരു 10 മാർക്കിനുള്ള ഒരു 10 മാർക്കിന്റെ എസ്സേ പോലെ നിങ്ങൾ എന്ത് ചെയ്യും? 2 ചാപ്റ്റർ ചോദ്യം എന്താണ് നിങ്ങൾ മാർക്ക് അനുസരിച്ച് എഴുതാൻ നോക്കുക. 2 മാർക്കിന് ഹാഫ് പേജ് മതി. അതേപോലെ 4 മാർക്കൊക്കെ ആകുമ്പോൾ ഒരു 1.5 പേജ് വേണം. 8 മാർക്ക് കൂടുതൽ അനുസരിച്ച് പേജും കൂടുക. എഴുതി പഠിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ എക്സാമിന് പോലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. നോട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. 3 ചാപ്റ്റർ കൊണ്ട് ഒരുമിച്ചാണ് എടുത്തത്. ഒന്നും തോന്നരുത്, കാരണം എന്താണ് സിമ്പിൾ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് എടുത്തത്. അപ്പൊ ശരി, നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.